نريهم آياتنا في الآفاق وفي أنفسهم حتى يتبين لهم أنه الحق എന്നതായിരുന്നു ആയത്ത്. സനുരീഹിം ആയാത്തിന, തീർച്ചയായിട്ടും നമ്മളുടെ തെളിവുകൾ നാം കാണിച്ചു കൊടുക്കും അവർക്ക്. സനുരീഹിം ആയാത്തിന ഫിൽ ആഫാക്ക്, പ്രപഞ്ചത്തിൽ ചക്രവാളത്തിൽ, വഫി അൻഫുസിഹിം, അവരുടെ ശരീരത്തിലും കാണിച്ചു കൊടുക്കും. ഹത്താ യതബയ്യന ലഹും, അങ്ങനെ അവർക്ക് അത് വ്യക്തമാവും. എന്ത്? അന്നഹുൽ ഹക്ക്, ഖുർആൻ സത്യമാണ് എന്ന്. അപ്പൊ പരിശുദ്ധ ഖുർആൻ സത്യമാണ്, അത് വായിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്, ജീവിതത്തിൽ പകർത്തേണ്ടതാണ്, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടതുമാണ് എന്ന് ബോധ്യപ്പെടുന്ന വിധത്തിൽ പ്രപഞ്ചത്തിലും അതോടൊപ്പം തന്നെ അവരുടെ ശരീരത്തിലും നാം അവർക്ക് തെളിവുകൾ കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ ഖുർആൻ സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാവുക? ആ സത്യത്തെ എന്ത് ചെയ്യും? മനുഷ്യൻ പിന്തുടരണം, അല്ലെ? അപ്പൊ സത്യമാണ് എന്ന് ബോധ്യപ്പെട്ട ഒരാള് ഖുർആൻ സത്യമല്ല എന്ന് ചിന്തിക്കുന്ന ആളെ പോലെയല്ല. അപ്പൊ ഖുർആനിനെ അവഗണിക്കുന്നവനെ അന്ധനോടാണ് ഖുർആൻ ഉപമിക്കുന്നത്. എന്നാൽ ഖുർആനുമായി ബന്ധപ്പെട്ട അതനുസരിച്ച് ജീവിക്കുന്നവൻ കൃത്യമായി അറിവുള്ളവൻ. ഇപ്പൊ രണ്ടാളും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മളും നമ്മളുടെ കുടുംബവും ഏതിൽ പെടും എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പഠേണ്ടത് പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ട ആ ഗ്രന്ഥം സത്യമാണ് എന്ന് ബോധ്യപ്പെട്ട് അത് വായിക്കാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും സമയം കണ്ടെത്തുന്നവരിൽ പെട്ടവരായിരിക്കണം. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഇന്നമായി യതദക്കറു ഉലുൽ അൽബാബ്. ഇന്നമായി യതദക്കറു, തീർച്ചയായിട്ടും ഉത്ബോധനം ഉൾക്കൊള്ളുന്നവർ. ആരാ ഉത്ബോധനം ഉൾക്കൊള്ളുക? ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ ഉത്ബോധനം ഉൾക്കൊള്ളുകയുള്ളൂ എന്ന്. അപ്പൊ ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളേണ്ടത് ആരുടെ ഉത്ബോധനാണ്? ആരുടെ ഉത്ബോധനമാണ്? സൃഷ്ടാവിന്റെ ഉത്ബോധനമാണ്, അല്ലെ? കുടുംബത്തിലെ കാരണവര് പറഞ്ഞിട്ട് കേട്ടിട്ടില്ലെങ്കിലും നമ്മളവനെ കുറ്റം പറയില്ലേ? കുടുംബത്തിലെ മുതിർന്ന ആള് പറഞ്ഞിട്ട് കൂടി ഓൻ ചെയ്തില്ല, കേട്ടില്ല എന്ന് പറയും. വാപ്പിയമ്മയും പറഞ്ഞതും ഓൻ കേട്ടിട്ടില്ലെങ്കിലോ ആ വാപ്പിയമ്മയൊക്കെ ഓനോട് എത്ര കയ്യും കാലും പിടിച്ച് പറയണം, ഇങ്ങോട്ടും ഓൻ ചെയ്തില്ല, കേട്ടില്ല. അപ്പൊ അവസാനം അങ്ങനെ ആയി അറിയും, അല്ലെ? അവസാനം ഓൻ പോയി കെണിയിൽ അകപ്പെട്ടു, ആകെ കുടുങ്ങി കുത്തിർക്കാണ് ഇപ്പൊ. അപ്പം ആര് പറഞ്ഞിട്ടും ഓൻ കേട്ടില്ല, മോശക്കാരനായി. എന്നാൽ ആലോചിച്ച് നോക്ക്, വാപ്പിയമ്മയും പറഞ്ഞതിനേക്കാൾ കുടുംബത്തിലെ കാരണവർ പറഞ്ഞതിനേക്കാളാണ് ആര് പറഞ്ഞ വാക്ക്? അള്ളാഹ് പറഞ്ഞ വാക്ക്. ഓനെ പടച്ചവൻ, അല്ലെ? ഓനെ എല്ലാം നൽകിയിട്ടുള്ള ആ റബ്ബ്. അപ്പൊ ആ റബ്ബിന്റെ ഉത്ബോധനം ഉൾക്കൊള്ളുന്നവൻ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവരാണ്. അപ്പൊ ബുദ്ധിയുള്ള ആളുകളാരാ? ബുദ്ധിയുള്ളവന് ഒരു ഡബിൾ MA ഒക്കെ ഉള്ള ആള്, അല്ലേ? PhD ഒക്കെ ഉള്ള ആള് ഖുർആൻ പഠിച്ചാൽ മതിയോ? ആണല്ലേ? ഇടമുറുക് ഖുർആൻ പഠിച്ചണല്ലോ, അല്ലേ? ഖുർആൻ പഠിച്ച ആൾ ആരാ? ബുദ്ധിയുള്ളവൻ. ഒരു ആയത്തോട്ട് വിശദീകരിച്ചേരി. നിങ്ങൾക്ക് അറിയുന്ന ആയത്താണ്, ഒരു ആയത്തോണ്ട്. സൂറത്തു ആലിംറാനിലെ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി ലആയാതി ലിഉലിൽ അൽബാബ്. തീർച്ചയായിട്ടും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാവും പകലും മാറി വരുന്നതിലൊക്കെ ബുദ്ധിയുള്ളവർക്ക് തെളിവുണ്ട്. ഉലുൽ അൽബാബിന് തെളിവുണ്ട്. ലുബ് അൽബാബ്, ലുബ് എന്ന് പറഞ്ഞാൽ കഴമ്പ് എന്നാണ്. ലുബ് കഴമ്പ്, നല്ല കഴമ്പുള്ള, നല്ല ചിന്താശേഷിയുള്ള ബുദ്ധിയുള്ളവൻ. ബുദ്ധി വെറുതെ വെച്ചാൽ കാര്യമില്ല, ആവശ്യമില്ലാത്തത് ചിന്തിച്ചിട്ടും കാര്യമില്ല. പിന്നെ ചിന്തിക്കേണ്ടത് ചിന്തിക്കണം, കാണേണ്ടത് കാണണം, കേൾക്കേണ്ടത് കേൾക്കണം. അവനാണ് യഥാർത്ഥത്തിൽ സ്വർഗാവകാശി. അല്ലാത്തവനോ? വലക്കത് തറയിന ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി, മനുഷ്യരിൽ നിന്നും ജിന്നുവർഗത്തിൽ നിന്നും നല്ലൊരു വിഭാഗത്തെ നാം സൃഷ്ടിച്ചിട്ടുണ്ട് നരകത്തിന് വേണ്ടിയെന്ന്. അപ്പൊ സൃഷ്ടിച്ചപ്പം തന്നെ നരകാവകാശി ആയതല്ല. പിന്നെ എന്തേ നരകാവകാശിയായി തീരാൻ കാരണം? ലഹു ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹ, അവർക്ക് ബുദ്ധിശക്തി നൽകി, അതുകൊണ്ട് ഒരു ചിന്തിക്കൂല എന്ന് വെച്ചാൽ ചിന്തിക്കേണ്ടത് ചിന്തിക്കുകയില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹ, അവർക്ക് കണ്ണുകൾ നൽകിയിരുന്നു, കാണേണ്ടത് അവർ കാണുന്നില്ല.
അതുപോലെ തന്നെ വലവും ആദാനുല്ലാഹി യസ്മഊന ബിഹാ, അവർക്ക് കേൾവി ശക്തി നൽകിയിരുന്നു, പക്ഷെ കേൾക്കേണ്ടത് അവർ കേൾക്കുകയില്ല. എന്നിട്ട് അവരെ ഖുർആൻ ഉപമിച്ചത് ഏതിനോടാ? ഉലായിക്കൽ അൻആം, അവർ നാൽക്കാലികളെ പോലെയാണ്. പോരാ, ബൽഹും അളല്ല്, ആ നാൽക്കാലിനെക്കാട്ടിലും മോശമാണ്. അപ്പൊ അള്ള ചിന്തയും ബുദ്ധിയും കണ്ണും കാതൊക്കെ നൽകിയിട്ട് കേൾക്കേണ്ടത് കേൾക്കാത്ത, ചിന്തിക്കേണ്ടത് ചിന്തിക്കാത്ത, കാണേണ്ടത് കാണാത്ത ആള് ഓനെ പോത്തേന്ന് വിളിച്ചാൽ പോത്തിന് മോശാണ്. ബൽഹും അളല്ല്, ആ പോത്തിനെക്കാട്ടിലും മോശാണ് അവൻ. എന്താ കാരണം? ഉലായിക ഹുമുൽ ഗാഫിലൂൻ, അവർ ശ്രദ്ധയില്ലാതെ ജീവിക്കുന്നവരാണ്. അഥവാ ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിക്കാതെ പോകുന്ന ആളുകൾ. അപ്പം വെറുതെ ചിന്തയും ബുദ്ധിയും കണ്ണും കാതും ഉണ്ടായിട്ട് കാര്യമില്ല. അത് ഉപയോഗപ്പെടുത്തേണ്ട വിധത്തിൽ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം. എന്നിട്ട് ഖുർആൻ എടുത്തു പറഞ്ഞു. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ആരാണ്? അവർ അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, അവർ നിന്നും ഇരുന്നും കിടന്നും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നവരാണ്. എന്നിട്ട് യതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ആലോചിക്കും. എന്നിട്ട് അവർ പ്രഖ്യാപിക്കുന്ന റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, പടച്ചവനെ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല, സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, നീ പരമപരിശുദ്ധനാണ്, ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ. അപ്പൊ അവരാ ഉലുൽ അൽബാബ്. ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവരാണ് ഉത്ബോധനം ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം ജീവിതത്തിലെ എല്ലാ സമയത്തും നിലനിർത്തുന്നവൻ. നിൽക്കുക, ഇരിക്കുക, കിടക്കുക, ഇതല്ലാത്ത ഈ അവസ്ഥ അല്ലാത്ത, മൂന്ന് അവസ്ഥകളല്ലാത്ത വേറൊരു അവസ്ഥ മനുഷ്യനില്ല. ഉണ്ടോ? ഒന്നുകിൽ നിൽക്കുക, അപ്പൊ കയ്യും വീശിയൊക്കെ നടന്നു പോകുമ്പോൾ നിൽക്കലിന്റെ രൂപത്തിലാണ്, അല്ലെങ്കിൽ ഇരിക്കുക, അതല്ലെങ്കിൽ കിടക്കുക. അപ്പൊ ഏതു സമയത്തും റബ്ബിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാവണം. അവനാണ് അല്ലെ ആ റബ്ബിനെ കുറിച്ചുള്ള ബോധം അങ്ങനെ നിലനിർത്താൻ കഴിയുന്നവനാണ് ബുദ്ധിയുള്ളവൻ. അങ്ങനെയുള്ളവരാണ് ഉത്ബോധനം ഉൾക്കൊള്ളുക. ഏറ്റവും വലിയ ഉത്ബോധനം ഏതാണ്? പരിശുദ്ധ ഖുർആനാണ്. അപ്പൊ പരിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളുന്നവൻ ബുദ്ധിയുള്ളവനാണ്. അപ്പൊ പരിശുദ്ധ ഖുർആൻ വായിക്കാനും പഠിക്കാനും അത് ഉൾക്കൊള്ളാനും സമയം കണ്ടെത്താത്തവൻ ബുദ്ധിയില്ലാത്തവനാണ്. ആരുടെ ഭാഷയില്? അള്ളാഹുവിന്റെ ഭാഷയിൽ. അള്ളാഹ് പറഞ്ഞത് അതാണ്. അപ്പൊ നമ്മൾ ബുദ്ധിയുള്ളവരാണോ? അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കുക. അടുത്ത ആയത്ത് നോക്കൂ. ഇനി ആരാണ് ആ ഉലുൽ അൽബാബിന്റെ വേറെ ചില പ്രത്യേകതകൾ പറയാണ്? അല്ലദീന യൂഫൂന ബിഅഹ്ദില്ലാഹ്. ഒന്നാമത്തേത് അല്ലദീന യൂഫൂന, അവർ പൂർണ്ണമായി നിർവഹിക്കുന്നവരാണ്. യൂഫൂന, അവർ പരിപൂർണമായി നിർവഹിക്കുന്നവരാണ്. എന്തിന്? ബിഅഹ്ദില്ലാഹി, അള്ളാഹുവുമായിട്ടുള്ള കരാറിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നവരാണ്, അത് പൂർത്തീകരിക്കുന്നവരാണ് അവർ. അപ്പൊ ഉലുൽ അൽബാബിന്റെ മറ്റൊരു പ്രത്യേകത, അള്ളാഹുവായിട്ടുള്ള കരാറ് എന്ത് ചെയ്യും? പരിപൂർണമായി പാലിക്കുന്നവരാണ് അവർ. അള്ളാഹുവായിട്ടുള്ള കരാർ എന്താ? കരാർ അള്ളാഹുവായിട്ട്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. അല്ലെ? അള്ളാഹ് ആലമുൽ അർവാഹിൽ മനുഷ്യരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ചോദ്യം ഉന്നയിച്ചു. എന്താ ചോദ്യം ഉന്നയിച്ചേ? അലസ്തു ബി റബ്ബിക്കും എന്ന് ചോദിച്ചു. അപ്പൊ നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നഖാലു, അവർ പറഞ്ഞു, ബലാ, അതെ. അപ്പൊ അള്ളാഹുവാണ് സൃഷ്ടാവ് എന്ന നിലയിൽ ആ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കണം എന്നതാണ് സൃഷ്ടാവും ഉടമയായ സൃഷ്ടാവും അടിമയായ മനുഷ്യനും തമ്മിലുള്ള കരാർ. ഇബാദുള്ളയാണ്, അള്ളാന്റെ അടിമകളാണ്. അപ്പൊ അടിമയും ഉടമയും തമ്മിലുള്ള ഒന്നാമത്തെ കരാർ ആ അള്ളാഹുവിന് പരിപൂർണമായി കീഴ്പ്പെട്ട് ആ റബ്ബിന്റെ കൽപ്പനക്ക് വിധേയമായി ജീവിക്കുക എന്നുള്ളതാണ്. ഓർമ്മ ഉണ്ടോ ആ കരാറിനെ കുറിച്ച്? ഓർമ്മയില്ല അല്ലേ? ഇനി വേറൊരു കരാറുണ്ട്, പറയാൻ പറ്റുമോ? ഇന്നല്ലാഹു അഷ്തറ മിനൽ മുഅ്മിനീന അംവാലഹും വഅൻഫുസഹും ബിഅന്ന ലഹുമുൽ ജന്ന എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞത് എവിടെയെന്ന് തന്നെ ഓർമ്മയില്ല നമുക്ക്.
പിന്നെ എങ്ങനെ കരാർ ഓർമ്മ ഉണ്ടാകുക? എവിടെ പറഞ്ഞ്? സൂറത്തു തൗബയിലാണ്. എത്ര? 111 നടത്തു കേട്ട 111 ആയത്ത് ആണോ? നോക്കിയാട്ടോ നമ്പർ. ഇന്നല്ലാഹ അഷ്തറ മിനൽ മുഅ്മിനീന, വിശ്വാസികളിൽ നിന്ന് അള്ളാഹ് വാങ്ങിയിട്ടുണ്ട് എന്ന്. അപ്പൊ നമ്മളെ അടുത്ത് നിന്ന് അള്ളാഹ് വാങ്ങിയത് എന്ത്? അംവാലഹും, അവരുടെ സമ്പത്ത് വാങ്ങിയിട്ടുണ്ട്. വഅൻഫുസഹും, അവരുടെ ദേഹവും വാങ്ങിയിട്ടുണ്ട്. എന്തേ? പകരം എന്താ? ബി അന്ന ലഹുമുൽ ജന്ന, പകരം സ്വർഗം തരാമെന്ന പേരിൽ അള്ളായിട്ടുള്ള കരാറാണ്. ഉണ്ടോ 111? അല്ലേ? ഇന്നല്ല. അപ്പൊ നമ്മള് വിറ്റിടുന്ന ഇന്നല്ലാഷ്ട അള്ള നമ്മളോട് വാങ്ങിയിട് എന്നാ നമ്മള് വിറ്റിട അള്ളാക്ക്. മിനൽ മുഅ്മിനീന, നമ്മളെ അടിമല്ലേ, മുഅ്മിനീങ്ങളിൽ നിന്ന് അള്ള വാങ്ങി പറഞ്ഞാൽ അള്ളാക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ? അംവാലവും, ആദ്യം സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. വഅൻഫുസഹും, അംവാലവും വഅൻഫുസഹും എന്നല്ലേ? അങ്ങനെ തന്നെ അല്ലേ? അൻഫുസഹും വഅംവാലവും അല്ലേ? ദേഹവും സമ്പത്തും കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ശരീരവും അള്ളാഹ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സമ്പത്തും അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അള്ളാഹ് തന്നത് തന്നെ അള്ളാഹ് കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എന്റെ സമ്പത്തോ എന്റെ ദേഹമോ ഞാൻ അള്ളാഹു കൽപ്പിച്ചതിനെതിരിൽ എന്ത് ചെയ്യൂല, ഉപയോഗപ്പെടുത്തൂല എന്ന് അള്ളായിട്ട് കരാറുണ്ട് നമുക്ക്. പകരം അള്ള പറഞ്ഞ എന്താ അറിയോ? ബി അന്ന ലഹുമുൽ ജന്ന, ആയത്തിന്റെ ബാക്കി അവർക്ക് എന്ത് ചെയ്യും? സ്വർഗം കൊടുക്കും. അപ്പൊ സ്വർഗം കിട്ടണമെങ്കിൽ നമ്മളുടെ ശരീരവും നമ്മളുടെ സമ്പത്തും അള്ള കൽപ്പിച്ചതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം. അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിരായിട്ട് നമ്മളുടെ സമ്പത്തോ നമ്മളുടെ ദേഹമോ ഉപയോഗപ്പെടുത്തിയാൽ സ്വർഗം കിട്ടൂല, നഷ്ടപ്പെടും. ആയത്ത് വാക്കി വായിച്ചു കേട്ട കുറച്ചും കൂടി ഗൗരവമാണ്. യുഖാത്തിലൂന ഫീ സബീലില്ലാഹ്, അല്ലെ? അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ യുദ്ധം ചെയ്യും. എന്നിട്ടോ വയഖ്തുലൂന വയുഖ്തലൂന, അവർ ശത്രുവിനെ കൊല്ലുകയോ ശത്രുവിന്റെ കൈക്ക് അവൻ കൊല്ലപ്പെടുകയോ ചെയ്യും. അപ്പൊ കുറച്ച് ഗൗരവമുള്ള കാര്യമാണ്, ചില്ലറ കാര്യമല്ല. പക്ഷെ നമുക്ക് ഓർമ്മ ഉണ്ടോ? നമുക്ക് ഓർമ്മയില്ല. അള്ളത് ഖുർആനിൽ പറഞ്ഞിട്ട് തന്നെ നമുക്ക് ഓർമ്മയില്ല. പിന്നെ ഇവിടുന്ന് ശരിയാകുക. അപ്പൊ അള്ളായിട്ടുള്ള കരാറ് പാലിക്കണമെന്ന് ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവരുടെ ഒരു ഗുണം ഇവിടെ എടുത്ത് പറഞ്ഞെന്താ? അല്ലദീന യൂഫൂന ബി അഹദില്ലാഹ്, അള്ളാഹുവുമായിട്ടുള്ള കരാറിനെ അവർ എന്ത് ചെയ്യും? പാലിക്കും. വലാ യൻഖുലൂനൽ മീസാഖ്, അവർ കരാർ ലംഘിക്കുകയില്ല. വലാ യൻഖുലൂന, അവർ ലംഘിക്കുകയില്ല അൽ മീസാഖ്, കരാറിനെ. റബ്ബുമായിട്ടുള്ള കരാറിനെ ലംഘിക്കാത്തവരാണ് അവർ. അപ്പൊ നമ്മൾ കരാറ് പാലിച്ചണം. നമ്മളുടെ സമ്പത്ത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ പാടില്ല. നമ്മളുടെ ശരീരം അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ പാടില്ല. കാരണം ആ സമ്പത്തും ആ ദേഹവും നൽകിയത് ആരാണ്? അള്ളാഹുവാണ് എന്ന്. അങ്ങനെ ഞാൻ ഉപയോഗപ്പെടുത്തിക്കൊള്ളാം, നിന്റെ മാർഗത്തിൽ മാത്രമേ എന്റെ സമ്പത്തും എന്റെ ദേഹവും ഉപയോഗപ്പെടുത്തുകയുള്ളൂ എന്ന് അള്ളായിട്ട് കരാറുണ്ടാക്കിയാണ് നമ്മള്. അള്ളാഹ്ക്ക് കൊടുത്തത് പകരം സ്വർഗം അള്ള തരാന്ന് പറഞ്ഞത്. അപ്പൊ സ്വർഗം കിട്ടണമെങ്കിൽ അള്ളായിട്ടുള്ള കരാർ എന്ത് ചെയ്യണം? പാലിക്കണം. അവ പാലിക്കാറുണ്ടോ? ഇല്ലേ? അല്ലെ? സമ്പത്ത് എങ്ങനെയാ സമ്പാദിച്ചത്? ഹലാലായ വിധത്തിലാണ് സമ്പാദിച്ചത് എന്ന് മതിയോ? പോരാ. വിനിയോഗിച്ചത് എങ്ങനെയാണ്? അഥവാ ചെലവഴിച്ചത് എങ്ങനെയാണ്? ഇതൊക്കെ ചോദിക്കുന്ന. എങ്ങനെ സമ്പാദിച്ചത് എന്ന് ചോദിക്കും, എങ്ങനെയാണ് വിനിയോഗിച്ചത് എന്നും ചോദിക്കും. ഈ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് വളരെ പ്രയാസപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. ഇത് കേട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ആകെ ബേജാറായില്ല. വളരെ പ്രയാസപ്പെട്ട് ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് അള്ളാഹിന്റെ റസൂല് പറഞ്ഞതായിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ, എന്താണ് ഇതിന് കാരണം? അശറത്തുൽ മുബശ്ശിരീങ്ങളിൽ ആളാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. പക്ഷെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പ്രയാസമുണ്ടോ? അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹയോട് പോയി അന്വേഷിച്ചപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മറ്റൊന്നുമല്ല, അബ്ദുറഹ്മാന്റെ സമ്പത്താണ് അതിന് തടസ്സമായി നിൽക്കുക. കോടീശ്വരനായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. ഹിജ്റ വന്നു. ഹിജ്റ വന്നപ്പോൾ
അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ പറഞ്ഞു, എനിക്ക് 2 തോട്ടുണ്ട്, ഒരു തോട്ടം എനിക്ക് തരാം, അതിൽ കൃഷിയൊക്കെ ചെയ്ത് നീ ജീവിച്ചോ. അപ്പൊ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറഞ്ഞു, എനിക്ക് തോട്ടൊന്നും വേണ്ട, മദീനയിലെ ജംഗ്ഷൻ അങ്ങാടി എവിടെയാണ്, 4 കൂടിയ സ്ഥലം എവിടെയാണെന്ന് കാണിച്ചെന്നാ മദീന. അബ്ദുറഹ്മാൻ ഔഫ് കച്ചവടം ചെയ്തു, കോടിക്കണക്കിന് രൂപയുടെ ഉടമസ്ഥനായി തീർന്നു, കോടീശ്വരനായി തീർന്നു. അപ്പോ ഇതിനൊക്കെ മറുപടി പറയണം, എങ്ങനെ ഇത് ഉണ്ടാക്കിയത്, എന്തിലാണ് ഇത് വിനിയോഗിച്ചത് എന്ന് മറുപടി പറയണം. അതിന് കുറച്ച് പ്രയാസം ഉണ്ടാവും. ആ മറുപടി പറയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റൂല, സ്വർഗത്ത് കയറാൻ പറ്റൂല. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പൊ ഉടനെ തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്താ ചെയ്തറിയാം, നിങ്ങൾ വിചാരണ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് സമ്പത്തിന്റെ നല്ലൊരു ഭാഗം ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, കൊടുത്തു, അവർക്കൊക്കെ കൊടുത്തു കുറേശ്ശെ. എന്താ, വിചാരണ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്, സ്വർഗത്തിൽ കയറൽ എളുപ്പമാവാൻ വേണ്ടിയിട്ട്. ആലോചിച്ചൊക്കെ അള്ളായിട്ടുള്ള കരാറ് പാലിക്കുക, സമ്പത്ത് ഹലാലായ വിധത്തിൽ സമ്പാദിക്കണം, ഹലാലായ വിധത്തിൽ തന്നെ ഉപയോഗിക്കും വേണം. സമ്പത്ത് സമ്പാദ്യ ഹലാലായ വിധത്തിലായ പോരാ, വിനിയോഗവും എന്ത് ചെയ്യണം, ഹലാലായ വിധത്തിലായിരിക്കണം. അപ്പൊ ഇതിന് കൃത്യമായിട്ട് മറുപടി പറയണം. അപ്പോൾ അതിൽപ്പെട്ടതാണ് നമ്മളുടെ ശരീരം. അംവാലവും അംഫുസവും എന്നല്ല പറഞ്ഞത്, അംഫുസവും അംവാലും, ദേഹം, ആ യുവത്വം, ആ ആരോഗ്യം, ആ ബുദ്ധി, അതൊക്കെ എന്തിനാണ് ഉപയോഗപ്പെടുത്തിയത് എന്നുള്ള ചോദിക്കും. അപ്പൊ കൃത്യമായിട്ട് മറുപടി പറയാൻ കഴിയില്ല. ആലോചിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ലെങ്കിൽ സംഗതി ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും, കഴിഞ്ഞിട്ടില്ലെങ്കിൽ. അപ്പം ആരാണ് ഉലുൽ അൽബാബ്? അള്ളായിട്ടുള്ള കരാറിനെ പാലിക്കുന്നവരാണ്. അവർ ഒരിക്കലും എന്ത് ചെയ്യുകയില്ല, കരാറ് ലംഘിക്കുകയില്ല, പടച്ചവനുമായിട്ടുള്ള കരാറിനെ ലംഘിക്കുകയില്ല. അല്ലെ, യാ അയ്യുഹല്ലദീന ആമനു ഔഫു ബിൽ ഉഖൂദ്. ഏതാ സൂറത്ത്? സൂറത്തിന്റെ തുടക്കാണല്ലോ. മായിദയാണോ? മായിദ അല്ലേ. യാ അയ്യുഹല്ലദീന ആമനു ഔഫു ബിൽ ഉഖൂദ്. സത്യവിശ്വാസികളെ, നിങ്ങൾ കരാറ് പാലിക്കണം കേട്ടോ. പടച്ചവനായിട്ടുള്ള കരാറുണ്ട്, പടപ്പുകളായിട്ടുള്ള കരാറുണ്ടാവും, രണ്ടും പാലിക്കണം. അപ്പം റബ്ബായിട്ടുള്ള കരാറ് വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹുവുമായിട്ടുള്ള കരാറ് തീർച്ചയായിട്ടും അത് വിചാരണക്ക് വിധേയമാക്കപ്പെടുന്നതാണ്, മസ്ഊല എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഉലുൽ അൽബാബിൽ പെട്ടതാണോ എന്ന് നോക്കുക. ഇനി രണ്ടാമത്തെ അവരുടെ ഗുണം അടുത്തത് ഇവിടെ പറയണേ, വല്ലദീന യസിലൂന മാ അമറല്ലാഹു ബിഹി അയ്യൂസല. വല്ലദീന യസിലൂന, അവർ ചേർക്കുന്നവരാണ്. വസ്വല യസിലു നല്ല ചേർത്തി. വല്ലദീന യസിലൂന, അവർ ചേർക്കുന്നവരാണ്. മാ അമറല്ലാഹു, അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്, ബിഹി അതിനെ, അയ്യൂസല ചേർക്കണമെന്ന്. അപ്പൊ അള്ളാഹു ചേർക്കണമെന്ന് പറഞ്ഞ ബന്ധങ്ങളെ ചേർക്കുന്നവരാണവർ. അതാ അള്ളാഹ് ചേർക്കണം എന്ന് പറഞ്ഞ ബന്ധം കുടുംബ ബന്ധമാണ്. അപ്പൊ കുടുംബ ബന്ധം ചേർക്കുന്നവരാണവർ. കുടുംബ ബന്ധത്തെക്കാൾ ശക്തമാണ് ആദർശ ബന്ധം, അല്ലെ? കുടുംബ ബന്ധത്തെക്കാൾ ശക്തമാണ് ആദർശ ബന്ധം. 950 കൊല്ലം പ്രബോധനം നടത്തിയ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രളയം വന്നു, അല്ലെ? അള്ളാന്റെ കൽപ്പന പ്രകാരം കപ്പലൊക്കെ ഉണ്ടാക്കിയിനി. പ്രളയം വന്നു. പ്രളയം വന്നപ്പോഴിങ്ങനെ കപ്പലിൽ അള്ളാന്റെ കൽപ്പന പ്രകാരം കയറ്റേണ്ടവരൊക്കെ കയറ്റി. നൂഹ് നബി ഇങ്ങനെ പോകുമ്പോ മകനെ കണ്ടു. അപ്പൊ എന്തേ മകനോട് നൂഹ് നബി എന്താ പറഞ്ഞേ? യാ ബുനയ്യർക്കബു മഅന, അല്ലെ? പൊന്നാര മോനെ, കുഞ്ഞിമോനെ കേറടാ, ഞങ്ങളോടൊപ്പം കേറിക്കോ. അപ്പൊ മകന്റെ മറുപടി എന്താ? സാഴ്സിമുനി അലാ ജബലി. അപ്പുറത്തൊരു മല ഇങ്ങനെ ചൂണ്ടിട്ട് അവൻ പറഞ്ഞു, ഞാൻ ആ മലക്ക് പോവുകയാണ്. നീന്തി തുടിക്കുകയാണ്. നീന്തിയിട്ട് ഞാൻ ആ മലയിൽ പോയി രക്ഷപ്പെട്ടു കൊള്ളാന്നാ പറഞ്ഞത്. അപ്പൊ എന്ത് സംഭവിച്ചു? ഫഹാല ബൈനഹുമൽ മൗജൂന, വാപ്പാന്റെ മകന്റെ അടിയിൽ തിരമാല മറയിട്ടു. തിരമാലക്കുള്ളിൽപ്പെട്ട് മകനാണ് പോണത്. വാപ്പ നേരെ കാണുകയാണ്. അവസാനം പ്രളയമൊക്കെ ഒടുങ്ങി. ജൂലി പർവ്വത നിരയിൽ നിന്ന കപ്പല് നങ്കൂരട്ട്. എന്നിട്ട് നൂഹ് നബി നടത്തിയ പ്രാർത്ഥന ഉണ്ട്. എന്തേനി പ്രാർത്ഥന? നൂഹ് നബി നടത്തിയ പ്രാർത്ഥന സൂറത്ത് ഹൂദിലുണ്ട്, 40-ന് ശേഷം നടത്തിയിട്ടുണ്ട്. എന്താണ് അതിലെ ഈ നൂഹ് നബിയുടെ പ്രാർത്ഥന?
എന്റെ കുടുംബക്കാരെ രക്ഷപ്പെടുത്താമെന്ന് നീ എനിക്ക് വാഗ്ദാനം നൽകിയതല്ലേ? നിന്റെ വാഗ്ദാനം സത്യമല്ലേ? നീയല്ല തീരുമാനം പറയുന്നവൻ. എന്നിട്ട് നൂഹ് നബിയുടെ ഒരു ചോദ്യമുണ്ട്, ഇന്ന ബനി